കലാഭവൻ മണിക്ക് കാഴ്ചവെച്ചത് ജാഫർ ഇടുക്കിയാണ്. അതിലെന്താ അത്? ഒരു മിനിറ്റ്, ഈ ചേച്ചിയുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് എന്തോ വലിയ അവാർഡിന് വേണ്ടിയിട്ട് ഇവരെ റെക്കമെൻഡ് ചെയ്ത പോലുള്ള ഒരു എക്സ്പ്രഷൻ തോന്നില്ല നിങ്ങൾക്ക്? ഏതായാലും കാണാം മുന്നോട്ട്. എന്നിട്ട് പുള്ളിക്കാരൻ എന്നുവെച്ച് പറഞ്ഞു, കലാഭവൻ മണി നമുക്ക് അടുത്ത പ്രാവശ്യം സിനിമ പോകുന്നുണ്ട്, പുള്ളിക്കാരൻ്റെ പ്രോഗ്രാം എന്തോ ന്യൂയോർക്കിൽ എങ്ങാണ്ട് പ്രോഗ്രാം ഉണ്ട്, അപ്പം ഞാൻ നിന്നെ പരിചയപ്പെടുത്താം. അത് ഇതിന് മുമ്പാണേ, ഈ ലണ്ടനിൽ പോകുന്ന മുമ്പാണ്. അത് കാലഘട്ടം ഏതാണ് വർഷം? 2008-നും 2012-നും ഇടയ്ക്കാണേ. കറക്റ്റ് പറഞ്ഞിട്ട് എല്ലാം ഓർത്തെടുക്കണം. അപ്പോൾ ശരി, കറക്റ്റായിട്ട് പറയണം. കാരണം ഇതിപ്പം ഈ 2008-നും 2012-നും ഇടയിൽ ആരൊക്കെ പീഡിപ്പിച്ചു, 2012 കഴിഞ്ഞ് 2013 അല്ലെങ്കിൽ 2014 വരെ എത്ര പേര് പീഡിപ്പിച്ചു, ഇതെല്ലാം കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അത് കാരണം നിങ്ങൾ ആങ്കർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചോദിക്കുന്ന ചോദ്യങ്ങൾ കറക്റ്റായിട്ട് ചേച്ചിക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു ടൈം ഗ്യാപ്പ് ഇട്ട് വേണം ചോദിക്കാൻ. ഞാൻ തന്നെ വണ്ടി ഓടിച്ചു, പുള്ളി ഇപ്പുറത്തിരുന്നു, വണ്ടി ഓടിച്ച് ഞങ്ങൾ പാടിപ്പോയി, മൺചേട്ടൻ്റെ അടുത്ത് പാടിപ്പോയി. അവിടെ ചെന്നേക്കും കുറേ ആൾക്കാർ അവിടെ നിന്ന് വെള്ളം അടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ജാഫർ അവരുടെ കൂടെ പോയി വെള്ളം അടിക്കായിരുന്നു. എന്നോട് ചോദിച്ചു, നീ അടിക്കുമോ? ഞാൻ പറഞ്ഞു, ഞാൻ ശരിയാ. ജാഫർ ഇടുക്കി എന്ന് പറയുന്നത് ഇത്രയ്ക്ക് വിവരം ഇല്ലാത്ത ഒരാളാണ്. എന്താ വെച്ചാൽ ഈ സ്ത്രീയോട് നിങ്ങൾ അടിക്കുമെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ചേച്ചി അടിക്കാറില്ലല്ലോ, ചേച്ചിയല്ലേ എല്ലാവരും അടിക്കുന്നേ. ഡ്രിങ്ക്സ് അടിച്ചിട്ട് എനിക്ക് ഡ്രിങ്ക്സും വേണ്ട, എന്നാൽ നീ അവിടെ മാറിയിരുന്നു, എന്നോട് മാറ്റിയിരുത്തി. അപ്പം മണിച്ചേട്ടൻ അവിടെ അന്നേരം ഇല്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞത്തേക്കും ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മണിച്ചേട്ടൻ വന്നു. മണിച്ചേട്ടൻ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു, എന്താ പേര് എന്നൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടു കഴിഞ്ഞിട്ട് പറയുമ്പോൾ നമുക്ക് അകത്തോട്ടിരിക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇവിടെ നിന്ന് സംസാരിച്ച പോരെ, നമുക്കൊന്ന് കൂടാൻ നേമ്പാ എന്ന് പറഞ്ഞു. ഞാൻ പ്രോഗ്രാമിന് പരിചയപ്പെടേണ്ട വന്ന, പ്രോഗ്രാമിന് കൊണ്ടുവന്ന്. എന്ത് നിഷ്കളങ്കല്ലേ, നമുക്കൊന്ന് കൂടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പ്രോഗ്രാമിൻ്റെ കാര്യം അറിയാനായിട്ട് മാത്രം വന്നതാണ്. ഒന്നും മനസ്സിലാവുന്നില്ല അങ്ങോട്ട് കുട്ടിക്ക് കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പം പേഴ്സണലായിട്ട് പരിചയപ്പെടുന്നില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല പ്ലീസ്, ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കരുത്, എനിക്ക് അങ്ങനെയൊന്നും സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ ശരി വിട്ടോ എന്ന് പറഞ്ഞു. ശരി എന്നാ. അപ്പോൾ പുള്ളിക്കാരൻ്റെ മുഖമൊക്കെ പോയി. എന്നെ പെട്ടെന്ന് ബുള്ളറ്റേൽ പുള്ളി എനിക്ക് റൂട്ട് അറിയത്തില്ലല്ലോ, ഇങ്ങോട്ടെത്തപ്പോൾ ജാഫർ കാണിച്ചു. ഓഹോ, കുഞ്ഞല്ലേ, അവിടെ അങ്ങോട്ട് ജാഫറിക്ക കാരണം കയ്യിൽ പിടിച്ചോണ്ട് കൊണ്ടുപോയി തിരിച്ചു പോരാനായിട്ട് വഴി അറിയില്ല. കുഞ്ഞാറ്റ വാവയല്ലേ എന്ന് പറഞ്ഞാൽ. അങ്ങോട്ടേപ്പം ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കടകടാന്ന് ഓടിച്ച് ആ മെയിൻ റോഡിൽ എന്നെ കയറ്റി വിട്ടു. പൊക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പോന്നു. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ആരെങ്കിലും ഈ ചേച്ചിക്കൊന്ന് പറഞ്ഞു കൊടുക്കണം, ഇവർ ഈ ഉന്നയിക്കുന്നതൊക്കെ ഒരു അവാർഡ് നിരസിച്ച കാര്യത്തിലോ ഉള്ള പരാതിയല്ല. ഇവരെ ഉന്നയിക്കുന്നതൊക്കെ ഇവരെ പീഡനമെന്നുള്ളൊരു കേസാണ് ഇവർ ഉന്നയിക്കുന്നത് മൊത്തം. അല്ലാതെ ഇവർ പറയുന്ന ലാഘവം കേട്ടാൽ ഇവരേതോ കടയിൽ ചെന്ന് പരിപ്പോടെയും ബോണ്ടായും കഴിക്കാൻ പോയ പോലുള്ള അവസ്ഥയാണ് ഇവർ പറയുന്നത്.